ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിങ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെ 2 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 16,636-ലും സെൻസെക്സിൽ ഏകദേശം 4 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 55,949-ലും ബാങ്ക് നിഫ്റ്റിയിൽ 31 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 35,617-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് FMCG ആയിരുന്നു ഒരു ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മെറ്റൽ മീഡിയ സെക്ടർ, ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനിലും പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മെറ്റൽ സെക്ടർ നോക്കുകയാണെങ്കിൽ അതിൽ 15 സ്റ്റോക്കുകളിൽ 14 സ്റ്റോക്കുകളും ഡിക്ലൈനിങ് മോഡിലാണ് കാണാനുള്ളത്. ഒരു സെല്ലിംഗ് പ്രഷർ മെറ്റൽ സെക്ടറിൽ വീണ്ടും കണ്ടുവരുന്നുണ്ട്. ഇനി നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 22 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 28 സ്റ്റോക്കുകൾ ഡിക്ലൈനിലുമായിരുന്നു നിന്നത്. അതായത് അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ വീണ്ടും ഒരു നെഗറ്റീവ് സൈഡിലാണ് ഇപ്പോൾ കാണാനുള്ളത്. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടാനിയ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, BPCL, HDFC ലൈഫ്, റിലയൻസ് ഇവരാണ് ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. ഇനി ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ വീണ്ടും 0.25% ലോസും സ്മോൾ ക്യാപ്പിൽ 0.51% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സ്മോൾ ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തീർച്ചയായിട്ടും രണ്ടാം ദിവസം അവർ വീണ്ടും ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് SGX നിഫ്റ്റിയൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു. പിന്നീട് ഒരു റേഞ്ച് ബൗണ്ട് റാലി ആയിരുന്നു ഇന്ന് മുഴുവനായിട്ടും നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോജി പോലത്തെ ഒരു ഇൻഡിസിസീവ് പാറ്റേൺ ഫോർമേഷൻ ആണ് കാണാനുള്ളത്. നിഫ്റ്റിയിൽ ഈ ഒരു 16,700 റേഞ്ചിൽ നിഫ്റ്റി ഇപ്പോൾ വീണ്ടും നല്ലൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നല്ലൊരു പ്രഷർ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹയർ റേഞ്ചിൽ ഇപ്പോൾ നിഫ്റ്റിയിൽ ഒരു കൺസോളിഡേഷൻ നടക്കുന്നത് പോലെ പ്രതീക്ഷിക്കാം. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 16,700 റേഞ്ചിനെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് അപ്സൈഡുകൾ പ്രതീക്ഷിക്കാം. അതല്ല ഈ ഒരു ക്യാൻഡലിലെ ലോ 16,600-നെയൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയൊരു കറക്ഷനുള്ള സാധ്യതകൾ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ച് 16,700, 16,400 എന്നുള്ളൊരു കൺസോളിഡേഷൻ റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് നിഫ്റ്റി വീണ്ടും നമുക്ക് തിരിച്ചു വരുന്നതായിട്ട് പ്രതീക്ഷിക്കാം. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യാനുള്ള ഒരു ഇവൻ്റായിട്ട് നിലനിൽക്കുന്നത് ജാക്സൺ ഹോൾ എക്കണോമിക് സിമ്പോസിയം. അത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ഇവൻ്റാണ്. അത് ഇന്ന് ഓഗസ്റ്റ് 26 മുതൽ 28 വരെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്കണോമിക് ഇഷ്യൂസാണ് ഡിസ്കഷൻ ടോപ്പിക്കായിട്ട് വരുന്നത്. ഇതിൽ ഏകദേശം 120 അറ്റൻഡീസ് ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കേഴ്സ് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മിനിസ്റ്റേഴ്സ് ഒക്കെയാണ് ഈ ഒരു എക്കണോമിക് സിമ്പോസിയത്തിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന ഒരു ഡിസ്കഷൻസ് ആയിരിക്കും ഇനി മാർക്കറ്റ് പ്രധാനമായിട്ടും വാച്ച് ചെയ്യാനുള്ളൊരു ഇവൻ്റായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് പ്രധാനമായിട്ടും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാൻ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഔട്ട്കം, ഈ ഒരു സിമ്പോസിയത്തിൻ്റെ ഔട്ട്കം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 30,000 റേഞ്ചുകളിൽ ഒരു സപ്പോർട്ടിനായിട്ട് ശ്രമിക്കുന്നത് പോലെ കാണുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. എന്നിരുന്നാലും നമുക്കിനി റാലികൾ അല്ലെങ്കിൽ ഇനിയൊരു 35,800-നെയൊക്കെ ബ്രേക്ക് ചെയ്യുകയാണ് എങ്കിൽ 36,000, 36,200 വരെയുള്ള റാലികൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ലെവലുകളൊക്കെ നിങ്ങൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിൻ്റെ ലെവലുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു മിക്സഡ് ആയിട്ടാണ് വീണ്ടും നിലനിൽക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലാണ്. FTSE 18 പോയിൻറ്റ്സിന് അടുത്ത് ഡൗണിൽ നിലനിൽക്കുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലും മിക്സഡ് ട്രെൻഡുകൾ കാണുന്നു. SGX നിഫ്റ്റി 22 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി ട്രേഡ് ആവുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ഡിക്ലൈൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെറിയൊരു ഗെയിൻ കാണുന്നു. 74.22 ട്രേഡ് ആയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ഭാഗത്തു നിന്ന് സെല്ലിംഗ് ആണ്. 1,974 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു മാസം ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ 6,873 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് 1,055 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും സപ്പോർട്ടീവായിട്ടല്ല നമുക്കിപ്പോൾ കാണുന്നത്. രൂപയും ഒരു ഫ്ലാറ്റായിട്ടാണ് നിലനിൽക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളും ഒരു മിക്സഡായിട്ട് നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും നാളെ രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. നമുക്കതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കാനുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്ന് കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ വീണ്ടും തുടരാവുന്നതാണ്. ഇനി നമുക്ക് എൻട്രികളൊക്കെ ഇനിയും 1309-10 ആ ഒരു റേഞ്ചിനൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു അപ്പർ ഷാഡോ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായിട്ട് കാണുന്നു. RS ഇൻഡിക്കേറ്ററും ഓവർബോട്ട് റീജിയനിലാണ് ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നത്. ഇനി അതിൽ തന്നെ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞ സ്റ്റോക്കായിരുന്നു ട്രെൻഡ്. ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാലും ഇന്നും വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് അല്ലെങ്കിൽ നല്ലൊരു ഗെയിൻ കാണാനുണ്ടായിരുന്നു. ഏകദേശം ഒരു ബുള്ളിഷ് ബെൽറ്റ് ഹോൾഡ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനോട് കൂടിയാണ് നിലനിന്നത്. എന്നിരുന്നാലും ഈ ഒരു പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്ത് ഉണ്ടാവാൻ സാധിച്ചില്ല. പ്രീവിയസ് ഹൈ എത്തിയപ്പോഴത്തേക്കും വീണ്ടും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഫ്രഷ് എൻട്രികളൊക്കെ ഇനിയൊരു ബ്രേക്കൗട്ടുകൾ പ്രീവിയസ് ഹൈയിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ 968 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയാൽ മാത്രം എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് ഫിലിപ്സ് കാർബൺ ബ്ലാക്ക്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ വീണ്ടും ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 246 247 മുകളിലേക്കൊക്കെ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ 274-75 വരെയുള്ള റാലികളൊരു സാധ്യതകൾ ഫിലിപ്സ് കാർബൺ ബ്ലാക്കിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ കാർബറാണ്ടം യൂണിവേഴ്സൽ. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നല്ലൊരു ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വിങ്ങിനൊക്കെ ഒരു പോസിബിലിറ്റിയുള്ള ഒരു ചാർട്ടായിട്ട് കാണുന്നു. നല്ലൊരു ചാർട്ടായിട്ട് കാണുന്നുണ്ട്. ഇത് ഇവരുടെ ഒരു ഡേ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാലും വീക്ക്ലിയിലും മന്ത്ലിയിലും ഒക്കെ ഒരു ബുള്ളിഷായിട്ടാണ് ഇവരെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പൊസിഷൻ അല്ലെങ്കിൽ ഡെലിവറി എടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഡാബർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നു തീർച്ചയായിട്ടും രണ്ടാം ദിവസവും. അപ്പോൾ നമുക്ക് ഈ ഒരു റാലികൾ തുടരുകയാണ് എങ്കിൽ ഇത് നമുക്ക് 619 620 വരെയും അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു റാലികൾക്കുള്ള സാധ്യതകളും ഡാബറിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ഇൻ്റലക്ട് ഡിസൈൻ അരീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങളിലായിട്ട് ബുള്ളിഷ് ക്യാൻഡിൽസ് കണ്ടുവരുന്നുണ്ട്. ഒരു ബുള്ളിഷ് റിവേഴ്സൽ പോലെ കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുക. ബ്രേക്കൗട്ടുകൾ കിട്ടുന്ന പക്ഷം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇൻ്റലക്ട് ഡിസൈൻ അരീനയിലും നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ വിപ്രോയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ലീഡിംഗ് ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസ് കമ്പനി ഡാറ്റ റോബോട്ട് അവരുമായിട്ടൊരു പാർട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് കസ്റ്റമേഴ്സിന് ഒരു ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസ് ഡെലിവർ ചെയ്യാനുള്ള ഒരു പാർട്ണർഷിപ്പ് എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. വിപ്രോയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 0.43% ലോസ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു മാസം മുഴുവൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 7.2% ഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ബ്രഹ്മപുത്ര ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം അവർ മിസോറാമിൽ ഒരു റെയിൽവേ പ്രോജക്റ്റിൻ്റെ ലോവസ്റ്റ് ബിഡറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി തെർമാക്സ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 293 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഒരു വെസ്റ്റേൺ ഇന്ത്യയിലുള്ള ഒരു റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ കോംപ്ലക്സിന് ഒരു ബോയിലർ പാക്കേജ് നിർമ്മിക്കാനുള്ള ഓർഡറുകൾ എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അത് അവർ വിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1.2% ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 3% ലോസും ഉണ്ടായിട്ടുണ്ട്. ഇനി ജയകുമാർ ഇൻഫ്രയുടെ ജോയിൻറ്റ് വെഞ്ചർ അവർക്ക് 455 കോടി വർത്ത് ചെയ്യുന്ന ഒരു ഓർഡറിൻ്റെ ആക്സെപ്റ്റൻസ് കിട്ടിയതായിട്ട് മുംബൈയിലുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി കാർബറാണ്ടം യൂണിവേഴ്സലിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്ലസ് അഡ്വാൻസ്ഡ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2.86% ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 12.97% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് കണ്ടതാണ്. അപ്പോൾ ഡെയിലിയിലും വീക്കിലിയിലും മന്ത്ലിയിലും ഒക്കെ ഒരു ബുള്ളിഷായിട്ടാണ് ഈ ഒരു സ്റ്റോക്കിനെ കണ്ടുവരുന്നത്. ഇനി അടുത്തായിട്ട് ഇൻ്റലക്ട് ഡിസൈൻ അരീനയെ സംബന്ധിച്ചിടത്തോളം അവർ എപാക് റീജിയനിലുള്ള ഒരു ലീഡിംഗ് ഇസ്ലാമിക് ബാങ്കിൻ്റെ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു $multi-million പ്രൊജക്റ്റ് വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇത് ഇൻ്റലക്ട് ഡിസൈൻ അരീനയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 2.99% ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 12% ലോസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അഫിൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളിതിന് മുമ്പ് കണ്ടായിരുന്നു ബോർഡ് മീറ്റിംഗ് നടക്കാൻ പോകുന്നു സ്റ്റോക്ക് സ്പ്ലിറ്റിനെ പറ്റി സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോർഡ് മീറ്റിങ്ങിൽ അവർ സ്റ്റോക്ക് സ്പ്ലിറ്റിന് വേണ്ടിയിട്ട് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. 1:5 എന്ന റേഷ്യോയിൽ ഒരു സ്റ്റോക്കിനെ 5 സ്റ്റോക്കുകൾ എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഒക്ടോബർ 8 ഇതിനുള്ള റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ 5% ഗെയിനും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 0.71% ലോസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി വൊക്കാഡ് ബയോ AG വൊക്കാഡ് ഫാർമയുടെ ഒരു സബ്സിഡറിയാണ്. അവരും ജിങ്സി ജെമിൻ കെയർ ചൈനയിൽ ഒരു കമ്പനിയാണ്. അവരുമായിട്ട് ഒരു പാർട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നു. ഇവർക്ക് ഉള്ള ഒരു പേറ്റൻറ്റ് ആൻറ്റിബയോട്ടിക് ഒരു മെഡിസിൻ്റെ ഉള്ളൊരു പേറ്റൻറ്റ് അത്
ന്യൂമോണിയ ട്രീറ്റ്മെൻറ്റിനായിട്ട് അതിൻ്റെ ന്യൂമോണിയ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു മെഡിസിൻ സപ്ലൈ ചെയ്യാനായിട്ട് എവിടേക്കാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൈന, ഹോങ്കോങ്, മക്കാവു, തായ്വാൻ ഈ ഒരു റീജിയനുകളിലേക്ക് ഇവരുടെ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് മെഡിസിൻ സപ്ലൈ ചെയ്യാനുള്ളൊരു ഓർഡർ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസായിട്ടും നിലനിൽക്കുന്നു. ഇനി എയർടെൽ അതേപോലെ തന്നെ ജിയോ ഇവരെ സംബന്ധിച്ചിടത്തോളം വന്ന ഒരു അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഫൈബർ ടു ദ ഹോം FTTH എന്നുള്ളൊരു സെഗ്മെൻറ്റിൽ നല്ലൊരു ഡിമാൻഡുകൾ വരുന്നു എന്ന രീതിയിലൊരു റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇപ്പോൾ വർക്ക് ഫ്രം ഹോമുകൾ IT സെക്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ വിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കൂടുതൽ സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ഇവരുടെ ഒരു ബ്രോഡ്ബാൻഡ് വിഭാഗത്തിൽ ഫൈബർ ടു ദ ഹോം ഈ ഒരു വിഭാഗത്തിൽ നല്ലൊരു ഡിമാൻഡുകൾ കണ്ടുവരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് അഡീഷൻ നടക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എയർടെൽ സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 4.17% ലോസും ഈ ഒരു മാസം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 4.5% ലോസുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നും ഒരു ധാരണാപത്രം ഇവരുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ജയ്പൂർ, ഗുവാഹട്ടി, ട്രിവാൻഡ്രം എയർപോർട്ടുകളിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ധാരണാപത്രം സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് IPO വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെപ്റ്റംബർ 1-ാം തീയതി വിജയ ഡയഗ്നോസ്റ്റിക്സിൻ്റെ IPO ഓപ്പൺ ആവുന്നുണ്ട് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. 3-ാം തീയതി വരെ സബ്സ്ക്രിപ്ഷനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവും. പ്രൈസ് ബാൻഡായിട്ട് 522 മുതൽ 531 രൂപ പെർ ഷെയറിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.